ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും വലിയൊരു സംഭവം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു സിനിമ 2005 ഇറങ്ങിയ ന്യൂസിലാൻഡ് സ്പോർട്സ് സിനിമയാണ്. അതിൽ ആൻ്റണി ഹോപ്കിൻസ് ബേർട്ട് മൺറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളിസ്റ്റായിട്ട് അഭിനയിക്കുകയാണ്. ഇന്ത്യൻ സ്കൗട്ട് എന്നുള്ള മോട്ടോർ സൈക്കിൾ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ പറ്റുമോ എന്നുള്ളത് ആ ഒരു അന്വേഷണത്തിൽ കൂടെ പോകുന്നൊരു കഥയാണ്, നടന്ന കഥയാണ്. അത് ഒരു പുസ്തകവും ആസ്പദമാക്കിയിട്ട് അത് ബേസ് ചെയ്തിട്ടാണ് സിനിമ. ഞാൻ സിനിമകൾ കാണുമ്പോൾ അത് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്, എന്തിനാണിത് എന്ന് ആലോചിക്കാറുണ്ട്. എനിക്ക് കാണുന്ന സിനിമയെ പറ്റി വേറൊരാളോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പലപ്പോഴും ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമായതുകൊണ്ട് ചിലപ്പോൾ വിചാരിക്കും എന്തിനാണ്. ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് എപ്പോഴും എൻ്റർടൈനിങ് ആയിരിക്കണം, അല്ലേ? നമുക്ക് സിനിമ എൻ്റർടൈനിങ് ആയിരിക്കണം. ബോറാണെങ്കിൽ എത്ര നല്ല സിനിമയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ബോറടിച്ച് കഴിഞ്ഞാൽ നമ്മളത് ബുദ്ധിമുട്ടിരുന്ന് കാണില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ കാണില്ല. അത് സിനിമയാണെങ്കിലും പുസ്തകമാണെങ്കിലും. അപ്പോൾ സിനിമ എൻ്റർടൈനിങ് ആയിരിക്കണം. എൻ്റർടൈനിങ് മാത്രമാണ് ഉദ്ദേശം. എന്തെങ്കിലും ഒരു മെസ്സേജ്, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ ഒരേ സിനിമ പല ആൾക്കാർ കാണുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന മെസ്സേജുകൾ വ്യത്യസ്തമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് ആ ഒരു ക്യാപ്ഷൻ, അതായത് ജീവിതകാലം മുഴുവൻ വലിയ എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ ഇയാൾക്ക് ബേർട്ട് മൺറോ ആയിട്ട് അഭിനയിക്കുന്ന ആൻ്റണി ഹോപ്കിൻസ് 67 വയസ്സുണ്ടാവും, 70 വയസ്സായിട്ടില്ല. അങ്ങനെ അയാൾ മോട്ടോർ സൈക്കിളിനോടുള്ള താല്പര്യമുണ്ട്. 10-25 വർഷമായിട്ട് അയാൾ ഒരു മോട്ടോർ സൈക്കിൾ ശരിയാക്കി, ഇന്ത്യൻ സ്കൗട്ട് നേരെയാക്കി ഇരിക്കുകയാണ്. അങ്ങനെ അയാൾ ന്യൂസിലാൻഡിൽ നിന്ന് വലിയ പൈസയൊന്നുമില്ല, എന്തൊരു പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. അതൊന്നൊക്കെ എടുത്തിട്ട് അയാൾ അമേരിക്കയിലേക്ക് വരികയാണ്. ഒരു സ്ഥലമുണ്ട് അമേരിക്കയിൽ, യൂട്ടയിലോ ഐഡഹോ യൂട്ടയിലോ നിന്നു. അപ്പം അവിടെ ഈ മോട്ടോർ സൈക്കിൾ ബോണുവിൽ സോൾട്ട് ഫ്ലാറ്റ്സ് ഉണ്ട്. അവിടെ വളരെ സ്പീഡിൽ അപ്പോൾ അവിടെ ആൾക്കാർ വരും എല്ലാ വർഷവും. എന്നിട്ട് അവർ ട്യൂൺ ചെയ്ത് അവർ ശരിയാക്കിയ വണ്ടി എടുത്തിട്ട് അവിടുന്ന് എത്ര മാക്സിമം സ്പീഡിൽ പോകാൻ പറ്റും. നമുക്ക് മൈലുകളോളം കിലോമീറ്റേഴ്സ് ഇങ്ങനെ കിടക്കുകയാണ് വളരെ സ്പീഡിൽ ഇങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇയാളെ ഇന്ത്യൻ സ്കൗട്ടുമായിട്ട്, അപ്പോൾ ഇയാൾ അവിടുന്ന് പുറപ്പെടുന്നു. അങ്ങനെ അമേരിക്കയിൽ വരുന്നു. ന്യൂസിലാൻഡിൽ നിന്ന് അമേരിക്കയിൽ വന്നു കഴിഞ്ഞ് ഇയാൾക്ക് ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇയാളെ ബൈക്ക് ഇവിടുന്ന് ഒരു കാറിൻ്റെ പിന്നിൽ കയറ്റിയിട്ട് ഇയാൾ കൊണ്ടുപോവുകയാണ്. ആൻഡ് ഹൗ ഹി അച്ചീവ്സ് ഇറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. അത് കഴിഞ്ഞിട്ട് ഈ സിനിമ ആദ്യത്തെ പ്രാവശ്യം അയാൾ അവിടെ പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് 9 തവണ അയാൾ വീണ്ടും അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ആലോചിക്കുക, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിചാരിക്കും ഇതൊന്നല്ല, കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു ജീവിതം കൊണ്ടെന്നുള്ളത്, അല്ലേ? പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഒരു ഏജ് കഴിയുമ്പോൾ ദേ ഡിസൈഡ് ദാറ്റ് ദേ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്, സംതിങ് ന്യൂ. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരേ കാര്യങ്ങൾ ചെയ്ത് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും സാധനം അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും. ആ സമയത്ത് പല ആൾക്കാരും നമ്മളെ പിന്തിരിപ്പിക്കും. നമ്മളോട് പറയും നമുക്ക് പ്രായം കൂടുതലായി, ഈ വയസ്സാം കാലത്ത് ഇത് വേണോ, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു പ്രായത്തിൻ്റെ മാത്രമല്ല കേട്ടോ. നിങ്ങളിപ്പം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അതായത് സമൂഹത്തിനും നമുക്ക് പരിചയമുള്ള ആൾക്കാർക്കും ശരിയെന്ന് തോന്നുന്നതിന് വിപരീതമായി എന്തെങ്കിലും സാധനം നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്യുക, എന്തെങ്കിലും റിസ്ക് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ പറയും അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്. വളരെ സേഫായി ജീവിക്കുക എന്നുള്ളതാണ് ജനറൽ സംഭവം, വെറുതെ റിസ്ക് എടുക്കേണ്ട എന്നുള്ളതാണ്. പക്ഷെ ലോകത്തിൽ റിസ്ക് എടുത്തവരാണ് ലോകത്തിന് എന്തെങ്കിലും രീതിയിൽ മാറ്റിയിട്ടുള്ളത്. എന്തെങ്കിലും പുതിയ റെക്കോർഡ് ഇതാക്കുക, അല്ലെങ്കിൽ പുതിയൊരു കണ്ടുപിടുത്തം ഉണ്ടാവുക, റിസ്ക് എടുക്കാൻ തയ്യാറുള്ള. ആക്സിഡൻ്റൽ സംഭവം ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷെ റിസ്ക്കും കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരിക്കണം. ഐ തിങ്ക് സ്പോർട്സ് മൂവീസിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈനിങ് ആണ് എന്ന് മാത്രമല്ല, ആ സിനിമകൾ നമ്മളോട് ദ എൻഡ്യൂറൻസ് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ്, സാധാരണ മനുഷ്യർ, വളരെ ഓർഡിനറി പീപ്പിൾ ഡൂയിങ് എക്സ്ട്രാ-ഓർഡിനറി തിങ്സ് ജസ്റ്റ് ബിക്കോസ്, അതായത് ഭയങ്കരമായിട്ടുള്ള ചാലഞ്ചുകളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ അതൊരു
ഒരു വ്യക്തിയുടെ ആയാലും ഒരു ടീമിൻ്റേതായാലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്പോർട്സ് മൂവീസിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സ്പോർട്സ് ഞാനൊരു സ്പോർട്സ് കക്ഷിയല്ല, സ്പോർട്സ് കാണാത്തൊരു വ്യക്തിക്കും സ്പോർട്സ് മൂവീസ് കണ്ടു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പം നെറ്റ്ഫ്ലിക്സിൽ സിനിമ ഉണ്ട്. ഞാൻ ആ സിനിമ ആദ്യം കാണണ്ടേ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയായിരുന്നു. അതിന് പക്ഷേ ആൻ്റണി ഹോപ്കിൻസിൻ്റെയൊക്കെ സിനിമ നമ്മൾ കാണാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ആൻ്റണി ഹോപ്കിൻസ് അതിലുണ്ടെങ്കിൽ സം പീപ്പിൾ ചൂസ് ദെയർ മൂവീസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് എൻ്റർടൈനിങ്. അത് ആൻ്റണി ഹോപ്കിൻസിൻ്റെ സിനിമയായാലും ഇപ്പം ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിൻ്റെ സിനിമകളായാലും അൽപച്ചിനോൻ്റെ സിനിമകളായാലും റോബർട്ട് ഡി നീറോൻ്റെ സിനിമകളായാലും ഒക്കെ always there is something that will glue you to your seat, that will make you fixated on the screen with the performance, with the storyline, with the way characters have been portrayed. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം ചാൻസ് കിട്ടുകയാണെങ്കിൽ കാണുക. ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ബൈക്കാണ് കേട്ടോ. അമേരിക്കയിലെ നേറ്റീവ് അമേരിക്കൻസിനെ കുറിച്ചോ നമ്മളായിട്ടുള്ള ഇന്ത്യൻസിനെ കുറിച്ചോ അല്ല, ഇന്ത്യൻ സ്കൗട്ട് എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിളിനെ കുറിച്ചാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് പറയുക, രണ്ടാൾക്കാരെ അറിയിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം നമുക്കുണ്ടാവും. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.